ബസ് വന്ന് എത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ ആരെങ്കിലും സുഹൃത്തുക്കളുണ്ട് ഇട്ടതാ. ആരാണ് ഇത് നമ്മളെ സാധിക്കാക്കാന് അടുത്ത സുഹൃത്തായിട്ടുള്ള ബിരോബിന്റെ ലൈനിലൊന്നും അങ്ങനെ വരുത്തില്ല. നമ്മളെ ബ്രേക്കാണ് ഇവിടുത്തെ അടുത്ത ആളാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഈ വിഷുദിനത്തിലെ എൻ്റെ മൊത്തത്തിലുള്ള രാവിലെ 6:45 മുതൽ വൈകുന്നേരം 9:30 വരെയുള്ള ഓട്ടവും മറ്റ് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് വിഷുവിൻ്റെ ദിവസമാണ്. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുകയാണ്. ഇപ്പോൾ 6:40 6:50 എനിക്ക് 2 മക്കളെ മദ്രസയിൽ ഇറക്കി കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പോകാൻ നോക്കുകയാണ്. തോട്ടുമല പള്ളിയാണ് ഈ കാണുന്നത്. അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ആ കുട്ടികളവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. അങ്ങനെ കറക്റ്റ് 7 മണിക്ക് തന്നെ അവരെ മദ്രസയിലാക്കി കൊടുത്തു. അങ്ങനെ ഞാൻ സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കുട്ടാപ്പി. ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. ഞങ്ങൾ രണ്ടാളും ഇവിടെ ഒരേ തൊഴിൽ ചെയ്യുന്നു. ചങ്ക് ബ്രോ സുബേറാണിതാ. നമ്മളെ ലത്തീഫ് ക ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ അടുത്ത വണ്ടി സ്റ്റാൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മുഹമ്മദ് കയാണ്, കുണ്ടുങ്ങൽ മുഹമ്മദ് ക. ഇതാണ് കുണ്ടുങ്ങൽ മുഹമ്മദ് ക. ഇതാണ് കട്ടയാട്ടം ലത്തീഫ് ക. അങ്ങനെ നമ്മളെ കുട്ടാപ്പിയും ലൈനിൽ പോയിരിക്കുകയാണ്. ബേക്കിലുള്ള മുഹമ്മദ് കയും പോയി. എല്ലാവരും ലൈനിൽ പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ വണ്ടി മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ പോകാൻ. 2 ബസ് വന്ന് എത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ ആരെങ്കിലുമൊക്കെ വണ്ടിയിലേക്ക് ഒന്ന് കയറാൻ സാധ്യതയുണ്ട്. അടുത്ത നമ്മളെ മജീദ് ക ലൈനിലെത്തിയിരിക്കുകയാണ്. തേനങ്ങലോട്ടോ. ഇപ്പോൾ 7:26 ഞാൻ വണ്ടി എടുത്ത് പോവുകയാണ്. മോനെ മദ്രസയിലാക്കാനുണ്ട്. ഹലോ ഗൈസ്, അങ്ങനെ ചായ കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വേണ്ടി ഇസാന മദ്രസയിലാക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇസാനെ മദ്രസയിൽ ഇറക്കി കൊടുത്തു. അങ്ങനെ മോനെ മദ്രസയിലാക്കി തിരിച്ച് പമ്പ് തണ്ണിയൊക്കെ അടിച്ച് തിരിച്ചിങ്ങനെ വന്നപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികൾ മദ്രസ വിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരെ കൂട്ടിയിട്ട് അവിടെ വീട്ടിലിറക്കി കൊടുക്കാൻ വിചാരിച്ചു. നമ്മളെ കുട്ടികളാണ് സ്റ്റാൻഡിലെത്തി നോക്കുമ്പോൾ ആകെ ഒരു വണ്ടിയേ ഉള്ളൂ. രണ്ടാമത്തെ വണ്ടിയാണ് ഞാൻ. ഇതിപ്പം വിഷു ആയതിനെ കൊണ്ടാണ് ഇങ്ങനെ വണ്ടി കുറവ്. അല്ലാത്ത ദിവസങ്ങളെന്ന് വെച്ചാൽ ഫുള്ള് വണ്ടിയായിരിക്കും. വീണ്ടും നമ്മൾ വന്നിരിക്കുമ്പോൾ മുഹമ്മദ് തന്നെയാണ് മുന്നിലുള്ളത്. അപ്പോൾ മുഹമ്മദ് ഞാൻ മാത്രമേ ലൈനിലുള്ളൂ. 5 മിനിറ്റിനുള്ളിൽ തന്നെ അവിടെ നിന്ന് ഒരു ഓട്ടം കിട്ടി. ഒരു 40 റുപ്യേൻ്റെ ഓട്ടം. നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. അവിടെ വന്ന് അവരെ ഇറക്കി തിരിച്ചു പോവുകയാണ്. ഈ പ്രാവശ്യം ലൈനിലെത്തി നോക്കുമ്പോൾ ഫുള്ള് വണ്ടിയാണ്. 10ഓളം വണ്ടിയുണ്ട്. ഇനിയിപ്പോൾ എത്ര മണിക്കാണ് അടുത്ത ഓട്ടം പോകാനാകുമെന്ന് പറയാനാകില്ല. സുഹൃത്തുക്കളുണ്ട് ഇട്ടതാ. നമ്മളെ
അപ്പോൾ നമ്മുടെ ഇവിടെ ഫ്രണ്ടാണ്. ഇവിടുന്നാണ് നമ്മൾ റീചാർജ് ഒക്കെ ചെയ്താൽ ഫോണിന് ആക്സസറീസ് എല്ലാ സാധനവും ഇവിടെ കിട്ടും. അത് നമ്മളെ ബ്രേക്കാണ്. ബ്രേക്കാൻ്റെ പേര് എന്നാൽ ഞാനെപ്പോഴും ഫ്രൂട്ട്സൊക്കെ വാങ്ങൽ ഞങ്ങൾക്ക് ചില കുറച്ചൊക്കെ കിട്ടും. ഇവിടെ വന്ന് വാങ്ങാം. നമ്മളെ ബ്രേക്കാൻ്റെ അടുത്ത ആളാണ് പോകട്ടെ. മുന്നിലെത്തിയിട്ട് എപ്പോഴാണ് ഓട്ടം കിട്ടുക എന്നുള്ള ആശങ്കകളൊക്കെ ഇല്ലാവിട്ടുകൊണ്ട് ബാക്കിൽ തന്നെ നമുക്കൊരു ഓട്ടം കിട്ടിയാണ്. മുപ്പുറത്തിൻ്റെ ഓട്ടമാണ്. അത് ആളെ ഇറക്കി തിരിച്ചു വരികയാണ്. നമ്മളെ കളർക്കോഴി കുഞ്ഞുങ്ങൾ പണ്ട് കാലത്ത് കാണാൻ ഇപ്പം കുറേ കാലമായിട്ട് കാണാനില്ല. വീണ്ടും ലൈനിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 10 വണ്ടികൾ വീണ്ടും ലൈനിലുണ്ട്. വീണ്ടും ഭാഗ്യത്തിന് എന്നിൽ നിന്ന് തന്നെ ഒരു ഓട്ടം കിട്ടി. ഈ പ്രാവശ്യം കോട്ടൂർ ഭാഗത്തേക്കായിരുന്നു. ഒരു 35 രൂപേൻ്റെ ഓട്ടമായിരുന്നത്. ഈ പ്രാവശ്യം നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ സ്വന്തം റഹീംക്കാണ്. നമ്മളെ ഇവിടെ ദോസ്താണ്. പിന്നെ നമ്മളോട് ഈ സ്കൂളിലേക്ക് കുട്ടികളൊക്കെ എടുക്കുന്ന ആളാണ്. ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മളെ സാദിക്കാക്കാണ്. ഞങ്ങളൊന്നിച്ച് വെർച്യൂ സ്കൂള് ബസ്സിൽ ഡ്രൈവറായിട്ടൊക്കെ പോയതാണ്. അടുത്ത ഓട്ടം ഏറ്റവും മുന്നിലെത്തിയതിന് ശേഷമാണ് കിട്ടിയത്. വലിയങ്ങൽ മുക്ക് എന്നുള്ള സ്ഥലത്തേക്കാണ്. 35 രൂപേൻ്റെ ഓട്ടമാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ആ കുട്ടികളെ മദ്രസിലേക്ക് കൂട്ടാം. ആ റൂട്ടിലാണ് മദ്രസ ഉള്ളത്. അത് ഓട്ടം പോയി തിരിച്ചു വരുമ്പോൾ നമ്മളെ ചങ്ക് ബ്രോ ബഷീർ ഖാൻ നടന്നു പോവുകയാണ്. അദ്ദേഹത്തെ കൂട്ടിയാണ്. ഞങ്ങൾ ഒന്നിച്ച് കുറേ കാലം ബസ്സിൽ, അത് കഴിഞ്ഞ് വെർച്യൂ സ്കൂളിലെ ബസ്സിൽ, പിന്നെ ഇപ്പോൾ അദ്ദേഹം ജീപ്പിലും ഞാൻ നടുവണ്ണൂർ ഓട്ടോറിക്ഷയിലായിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. ഇതാണ് നടുവണ്ണൂർ AP പള്ളി. ഇവിടെയാണ് ഞാൻ രാവിലെ ഇവിടുത്തെ മദ്രസിലാണ് ഞാൻ മക്കളെ ഇറക്കി പോയത്. അപ്പോൾ അവർ വരുന്നവരെ ഇങ്ങനെ കാത്തിക്കാണ്. 10 മണിയാകുമ്പോൾ അവർക്ക് വിടും. എന്നിട്ട് അവരവരെ വീട്ടിലാക്കിയിട്ട് അതിലെ കൂടെ പോയിട്ട് എൻ്റെ മോനെ കൂട്ടണം. മോന് 10:30 മദ്രസ് വിടുക. അപ്പോഴേക്ക് അവിടെ പോയിട്ട് അവനെയും കൂട്ടണം. അങ്ങനെ അവരെ മദ്രസിൽ കൂട്ടി ഒരു വീട്ടിലിറക്കി കൊടുത്ത് ഇനിയിപ്പോൾ എൻ്റെ മോനെ കൂട്ടാൻ അവൻ്റെ മദ്രസിലേക്ക് പോവുകയാണ്. രണ്ടാളെത്തിയിരിക്കുകയാണ്. വന്നാൽ പിന്നെ ഓരോ ചായ കുടിക്കൽ നിർബന്ധമാണ്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്ത് ആഷിഖിൻ്റെ പീടിയയിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മളെ ആഷിഖിൻ്റെ പീടിയ. ഇതിൻ്റെ പേര് മുക്കിലെ പീടിയ എന്നാണ്. മുക്കിലെ പീടിയ ഇപ്പം നവീകരിച്ച് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതാണ്. ആഷിക്ക് ഇവിടെ നല്ല സൗകര്യമൊക്കെ പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ഫാമിലി റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം നടുവണ്ണൂർ സ്റ്റാൻഡിൽ ചെന്നപ്പോൾ വേറെ ഒറ്റ വണ്ടിയില്ലായിരുന്നു. അപ്പോൾ ചെന്നപാടെ തന്നെ ഒരു ഓട്ടം കിട്ടി. അത് കീക്കോട്ട് കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു. ഇതാണ് കീക്കോട്ട് കടവ്. കീക്കോട്ട് കടവ് പാലാണ് ഈ കാണുന്നത്. ഇങ്ങനെ ചെല്ലുമ്പോഴേക്ക് തന്നെ ഓട്ടം കിട്ടുന്നത് വിഷുവാനെ കൊണ്ടാണ്. അല്ലാണ്ടാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കാത്തുന്ന ഒരു ഓട്ടം കിട്ടും. ഇതിപ്പോൾ വിഷുവാനെ കൊണ്ട് വിഷുവുള്ള സുഹൃത്തുക്കളൊന്നും ഓട്ടം ഇല്ലാത്തതിനെ കൊണ്ട്, വണ്ടി കുറവായതിനെ കൊണ്ടും പിന്നെ ഓട്ടം കൂടുതലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ അത്യാവശ്യം ഓട്ടം കിട്ടുന്നത്. പെട്ടെന്ന് തന്നെ ഓട്ടം കിട്ടുന്നത്. വീണ്ടും ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യവും ഒരു 10-12 വണ്ടികളുണ്ട്. ചിലപ്പം ബാക്കിൽ തന്നെ നമുക്ക് ഓട്ടം കിട്ടും. നോക്കാം. ഇനിയുള്ള വോയിസും വീഡിയോ ഒന്നും വലിയ ക്ലിയർ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഈ റോഡിൻ്റെ അവസ്ഥ അത്രയും മോശമാണ്. അതുകൊണ്ട് ആ ജെർക്കിങ് കൊണ്ടാണ് ഇത്രയും മോശമായിട്ടുള്ള വീഡിയോ സൗണ്ട്. അങ്ങനെ നടുവണ്ണൂര് സ്റ്റാൻഡിൻ്റെ അടുത്ത ഓട്ടം വാര്യാട് ഹൈസ്കൂളിൻ്റെ മുകളിലേക്കായിട്ടാണ് കിട്ടിയത്. കല്ലോറ മലഭാഗം ഒരു 70 റുപ്യേൻ്റെ ഓട്ടമായിരുന്നു. അവിടുന്ന് ഞാൻ തിരിച്ചു പോവുകയാണ്. വാര്യാട് ഹൈസ്കൂളാണ് നമ്മൾ സൈഡായി കാണുന്നത്. വാര്യാട് ഹൈസ്കൂളിന്റെ പിൻഭാഗത്തെ കാഴ്ചയാണത്. സ്കൂളിന്റെ ഇവിടേക്കുള്ള ഈ റോഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കഷ്ടമാണ്. വർഷങ്ങളായി പൊളിഞ്ഞു കിടക്കുന്ന റോഡ് 3 മാസം മുന്നേ ഒരാളെങ്കിലും പണി തുടങ്ങുകയും ആ പണി ഒന്നുമല്ലാത്ത രീതിയിൽ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ഞങ്ങള് ഓട്ടോക്കാര് സമരം വരെ ചെയ്തിരുന്നു.
ഇവിടേക്ക് വരാൻ കഴിയാഞ്ഞിട്ട്. അപ്പോൾ ഇവർ പുതിയതായിട്ടൊരു ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവിടെ ആദ്യം സാധാരണ കോഴി വേസ്റ്റ് അടിക്കുന്നതിന് പകരം മണ്ണും കല്ലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ടെക്നോളജി കൂടി ആദ്യം മണ്ണൊക്കെ ഫില്ല് ചെയ്ത് റോഡ് സെറ്റാക്കി. അതിനുശേഷം അതിന് മുകളിലൊരു കവർ ഒട്ടിച്ചിരുന്നു. അപ്പോ അതിനുശേഷം ഇപ്പോൾ ഒരു മാസത്തോളം അത് വെറുതെ ഇങ്ങനെ കിടക്കുന്നായിരുന്നു. ആ കവറൊക്കെ വീണ്ടും പൊളിഞ്ഞു തുടങ്ങി. ഇതാ അതിനുശേഷമാണ് ഈ സൈഡിലുള്ള കോൺക്രീറ്റിന്റെ വർക്ക് ചെയ്തു തുടങ്ങിയത്. സൈഡ് ഓവിജാലിന്റെ വർക്ക് ആദ്യം ചെയ്യേണ്ട ആ വർക്ക് പിന്നെയാണ് ചെയ്യുന്നത്. അവിടെ പലയിടത്തും ഇതിങ്ങനെ പൊളിഞ്ഞു പോയി വീണ്ടും ഒരു ഒട്ടിക്കുകയൊക്കെ ചെയ്താണ് മഴ പെയ്ത് പൊളിഞ്ഞ് പോവുകയാണ്. എന്താണ് ഇതിങ്ങനെ എത്രയും വൈകുന്നതെന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടുന്നില്ല. അവിടെയൊക്കെ എപ്പോഴും പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊക്കെ കാണാം, അവിടെയൊക്കെ എപ്പോഴും പൊളിഞ്ഞു പോയതാണ്. ആ ചുവന്ന കാണുന്നതൊക്കെ പൊളിഞ്ഞു പോയതാണ്. ഇനിയിപ്പോ മഴ പെയ്താൽ അതൊക്കെ കംപ്ലീറ്റ് വീണ്ടും പൊളിഞ്ഞു പോകും. പിന്നെ ഈ ചെയ്ത പണി വീണ്ടും ചെയ്യേണ്ടി വരും. ആദ്യം കവറൊട്ടിക്കേണ്ടി വരും. തൊഴിലാളികൾ ഏറ്റെടുത്ത് പറത്തി നടക്കുന്നത് കണ്ടപ്പോ പെട്ടെന്ന് കഴിയുമെന്ന് കരുതിയാണ്. പക്ഷെ ഇതാണ് അവസ്ഥ. വളരെ താമസം പിടിക്കുന്നുണ്ട്. ടൂ വീലറും ഓട്ടോറിക്ഷയൊക്കെ അവിടെ പോകുമ്പോൾ പാളിപ്പാൻ സാധ്യതയുണ്ട്. അത്രയും അവരായി കിടക്കുക. വാഗിയാട് സ്കൂളിൻ്റെ അടുത്ത് നിന്നും തിരിച്ച് നടുവിനോട് എത്തിയപാട് എനിക്കൊരു കോട്ടം കാവന്തറ പക്ക് ബസാറിനെ കിട്ടി. അപ്പോൾ അവിടുന്ന് തിരിച്ചു പോരുകയാണ്. ഈ കാവന്തറ റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ്. ട്രാക്കിലെത്തിയപ്പോൾ ഒരു കാറ് നമ്മൾ ട്രാക്കിൽ കൊണ്ടിട്ടേക്ക്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ വണ്ടി റോഡുമേലേക്ക് കയറ്റിയിട്ട് വേണം മുമ്പോട്ട് വെക്കാൻ. അതൊരു അപകടം ഉണ്ടാക്കുന്നൊരു സംഗതിയാണ്. അടുത്ത വട്ടം കാവന്തറ സ്കൂളിൻ്റെ അടുത്തേക്കായിരുന്നു. അവിടുന്ന് ഒരു ഏക്കാട്ടൂർക്ക് വേറൊരു ഓട്ടം കിട്ടി. അങ്ങനെ ഏക്കാട്ടൂർ ആളെ ഇറക്കി തിരിച്ചു പോവുകയാണ്. ഇങ്ങനെ സമയം 1 മണിയായി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ ചെല്ലാൻ പിടിച്ചേക്ക്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകാൻ നോക്കുകയാണ്. ഫ്രണ്ട്സ്, ഞങ്ങളെ അടുത്ത സുഹൃത്തായിട്ടുള്ള വിനൂപിൻ്റെ വീട്ടിലേക്ക് വിഷുവിന് പോവുകയാണ്. നമ്മളെ സുഹൃത്ത് ഇതാണ് നമ്മളെ ചങ്ക് ബ്രോ വിനൂപ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മുടെ ഇസാൻ്റെ അടുത്ത സുഹൃത്താണ് ധീരു. ഹായ്, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഭക്ഷണം കഴിച്ച് ഇരിക്കുകയാണ്. ധീരുവിൻ്റെ ടേവാണ് കാണുന്നത്. നമ്മുടെ ധീരുവിൻ്റെ ടേബിൾ കളിക്കുകയാണ് ഈ സാധനം.
ഇപ്പോൾ ഒരൊറ്റ വണ്ടിയേ ഉള്ളൂ, ഇല്ല 2 വണ്ടിയുണ്ട്. 3ാമത്തെ വണ്ടിയായിട്ട് ഞാനിവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മുസ്തഫാണ് അതിൻ്റെ മുമ്പിലുള്ള സുഖ. മൂപ്പര് ലൈനിലൊന്നും അങ്ങനെ വരുത്തില്ല. അപ്പം വിഷയം അതിനെ കൊണ്ട് ഒന്ന് ലൈനിൽ വന്നു നോക്കിയാണ്. ഇത് നമ്മുടെ കാരണവരാണ്. ഇതാട്ടോ നമ്മളെ ബ്രേക്ക, ഇവിടുത്തെ ഒരു സീനിയർ. അങ്ങനെ വിനുവിൻ്റെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നെടുമണ്ണൂർ വന്ന് ഫസ്റ്റ് തന്നെ ഓട്ടം വെള്ളെടുത്തേക്കാൻ കിട്ടി. വെള്ളെടുത്തതിന് ശേഷം നേരോട്ട് പോയിട്ട് ശരിക്കും 60 ഉറുപ്പ്യ കിട്ടേണ്ട സ്ഥലമാണ്. പക്ഷേ 50 ഉറുപ്പ്യ തന്നാ പോയിട്ട്. ഞാൻ വെള്ളെടുത്താന്ന് പറഞ്ഞ സ്ഥലം അടിപൊളി ഭംഗിയേറിയ ഒരു സ്ഥലമാണ്. സീനിയർ ഓട്ടോ ഡ്രൈവറാണ്. വീണ്ടും നമുക്ക് സെയിം സ്ഥലം തന്നെ വെള്ളെടുത്ത് കായ ഇതോട്ടൊരു പോയിട്ട് അടുത്ത ഓട്ടോ കിട്ടിയ വെള്ളെടുത്ത ഭ്രാന്തിയാണ് ഈ കാണുന്നത്. നേരത്തെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ മോനെ ഇവിടെ തന്നെ അന്ന് വീട്ടിൽ. അപ്പോൾ ഞാൻ അവരെ കൂട്ടാൻ അടുത്ത ഓട്ടോ ആദകശ്ശേരി അമ്പലത്തിൻ്റെ അടുത്തേക്കായിരുന്നു. ആ ഓട്ടോ പോയി ഞങ്ങൾ തിരിച്ചു വരികയാണ്. അടുത്ത് നമ്മുടെ ഓട്ടം കിനാലൂരൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ പനങ്ങാട് ഫെസ്റ്റ് നടക്കുന്ന വന്നത് ആ കാണുന്നതാണത്. പനങ്ങാട് ഫെസ്റ്റിൻ്റെ എൻട്രിനാലും കാര്യങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ വരുന്നത് ബാലുശ്ശേരി കോട്ടനട റോഡിലൂടെയാണ്. ആ കാണുന്ന സൺസെറ്റ് വളരെ ഭംഗിയേറിയ സൺസെറ്റാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ കിനാലൂരൊക്കെ പോയി തിരിച്ച് വന്നിരിക്കുകയാണ്. തിരിച്ച് വന്ന് നോക്കുമ്പോൾ നമ്മളെ ഡീസൽ തീർന്നിരിക്കുകയാണ്. വീണ്ടും നമ്മൾ രാവിലെ എണ്ണ അടിച്ച പമ്പിലേക്ക് തന്നെ വന്നതാണ്. ഇനി ഈ ഓട്ടം കഴിഞ്ഞിട്ട് ഒരു ഓട്ടം പോകാനുണ്ട്. കാപ്പാടേക്കാണ് ഈ ഓട്ടം പോകാനുള്ളത്. ലൈസാനിപ്പോൾ കുറച്ച് നേരമായി നമ്മളോട് വണ്ടിയിലായും പ്രധാന വീട്ടിലിറക്കിയിരിക്കുകയാണ്. ഹായ് ഗൈസ്, അങ്ങനെ ഞാൻ കാപ്പാട് എത്തിയിരിക്കുകയാണ്. കാപ്പാട് ഒരു മരണ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇറങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്.
വണ്ടി വാങ്ങി. ഹലോ ഗൈസ്, അങ്ങനെ രാവിലെ 6:45 തുടങ്ങിയ ഓട്ടം ഇതാ ഈ സമയം ഇപ്പോൾ 9:38 അവസാനിച്ചത്. ഇത് വിഷുവിൻ്റെ അന്നായിക്കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓടാൻ കഴിഞ്ഞത്. അത്യാവശ്യം ഓട്ടമൊക്കെ ഉള്ളത്. അല്ലാത്ത ദിവസമാണെങ്കിൽ ഇത്ര ഓട്ടമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാനെൻ്റെ ഇന്നത്തെ വീഡിയോ വൈൽഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ ബൈ.